നമസ്കാരം. ബലൂചിസ്ഥാനിലെ പോരാട്ടഭൂമിയിൽ നിന്ന് പുതിയൊരു യുദ്ധകാഹളം മുഴങ്ങുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ പതിറ്റാണ്ടുകളായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA തങ്ങളുടെ പോരാട്ടവീര്യം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും ആധുനിക വ്യോമ യുദ്ധ തന്ത്രങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് അവർ രൂപീകരിച്ചിരിക്കുന്ന പുതിയ യൂണിറ്റാണ് ഖാസി എയ്റോ ഹൈവ് റേഞ്ചേഴ്സ്. ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകർ അതീവ ഗൗരവത്തോടെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. എന്താണ് ഈ ഖാസി എയ്റോ ഹൈവ് റേഞ്ചേഴ്സ്? ഇതുവരെ മലനിരകളിലും കുന്നിൻ ചെരുവുകളിലും പതിയിരുന്ന് ആക്രമണം നടത്തിയിരുന്ന ഗറില്ല പോരാളികൾ ഇനി ആകാശത്തുനിന്നും പ്രഹരമേൽപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം. സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ, ശത്രു പാളയങ്ങളിലെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന സർവൈലൻസ് ഡ്രോണുകൾ, റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിക്കുന്ന അത്യാധുനിക ആയുധങ്ങൾ എന്നിവ ഈ വിഭാഗത്തിന്റെ കൈമുതലാണ്. BLAയുടെ മുൻ കമാൻഡറായിരുന്ന ഖാസി മുബാറക്കിന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത് എന്നത് ഇതിന്റെ വൈകാരിക പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് BLA ഇത്തരമൊരു മാറ്റത്തിലേക്ക് നീങ്ങുന്നത്? കാലം മാറുന്നതിനനുസരിച്ച് യുദ്ധതന്ത്രങ്ങളും മാറണം എന്ന തിരിച്ചറിവാണിത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആധുനിക ആയുധങ്ങളെയും ചൈനീസ് നിർമ്മിത നിരീക്ഷണ സംവിധാനങ്ങളെയും നേരിടാൻ പരമ്പരാഗത യുദ്ധമുറകൾ മാത്രം പോരാ എന്ന് അവർ തിരിച്ചറിയുന്നു. കിലോമീറ്ററുകൾ അകലെയിരുന്ന് ശത്രുവിന്റെ കമാൻഡ് സെന്ററുകളിലേക്കോ എണ്ണപ്പാടങ്ങളിലേക്കോ സൈനിക വ്യൂഹങ്ങളിലേക്കോ കൃത്യമായ ലക്ഷ്യത്തോടെ ഡ്രോണുകൾ അയക്കാൻ കഴിയുന്നത് BLAക്ക് വലിയൊരു മേൽക്കൈ നൽകും. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ആധുനിക സൈന്യത്തിന്റെ സ്വഭാവത്തിലേക്ക് പരിണമിക്കുകയാണ്. ഈ നീക്കം തെക്കൻ ഏഷ്യയിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാനിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്കും സീപെക് പദ്ധതികൾക്കും ഈ ഡ്രോൺ യൂണിറ്റ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനകം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന മജീദ് ബ്രിഗേഡിന് പുറമെ ആകാശത്തു നിന്നുള്ള ഈ പുതിയ വെല്ലുവിളി പാക് സൈനിക കേന്ദ്രങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കും. ഡ്രോൺ യുദ്ധമുറകൾ ചെറിയ ഗ്രൂപ്പുകൾ പോലും വലിയ സൈന്യങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും മറ്റും കണ്ടതാണ്. അത് ബലൂചിസ്ഥാനിലേക്കും വ്യാപിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബലൂചിസ്ഥാനിലെ മണ്ണിൽ വിഘടനവാദത്തിന്റെ കനലുകൾ കൂടുതൽ ആളിപ്പടരുകയാണ്. ഖാസി എയ്റോ ഹൈവ് റേഞ്ചേഴ്സിന്റെ വരവോടെ യുദ്ധക്കളം മാറുകയാണ്, ആയുധങ്ങൾ മാറുകയാണ്. വരും ദിവസങ്ങളിൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ നിർണായകമാകും എന്നതിൽ തർക്കമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.